ചരിത്രപ്രസിദ്ധമായ ഏകാദശി നിറവിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ഇന്ന് അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദശമി ദിവസത്തിൽ പുലർച്ചെ 3-ന് തുറന്ന നട നാളെ രാവിലെ അടയ്ക്കും. സുപ്രീം കോടതി വിധി പ്രകാരം ഉദയാസ്തമന പൂജയോടെയാവും ഇത്തവണ ഏകാദശി ആഘോഷിക്കുക. ഓരോ 5 പൂജകൾ കഴിഞ്ഞാൽ 1 മണിക്കൂർ തുടർച്ചയായി ഭക്തർക്ക് ദർശനം അനുവദിക്കും. 53 മണിക്കൂർ നട തുറന്നിരിക്കുന്നതിനാൽ പുലർച്ചെ 5 മുതൽ വൈകിട്ട് 5 വരെ സ്പെഷ്യൽ ക്യൂ ഒഴിവാക്കി ഏകാദശി ദർശനത്തിന് വരി നിൽക്കുന്നവർക്ക് മുൻഗണന നൽകുന്നുണ്ട്. വിവരങ്ങളുമായി സാനു കെ സജീവ് നമ്മളോടൊപ്പം ചേരുന്നു. സാനു, ഗുഡ് മോർണിംഗ്. ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഇന്നാണ്. ഏതൊക്കെ രീതിയിലുള്ള പൂജകളാണ് ഇന്ന് നടക്കുക? അതോടൊപ്പം ഭക്തർക്ക് എങ്ങനെയൊക്കെയാണ് ദർശനത്തിന് സമയം അനുവദിച്ചിരിക്കുന്നത്? രോഹിണി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഗുരുഭവനപുരി ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഏകാദശിയുടെ നിറവിലാണ്. വലിയ രീതിയിലുള്ള അഭൂതപൂർവമായിട്ടുള്ള ഭക്തജന തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ നടയിലടക്കം വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഏകാദശിയുടെ ഭാഗമായിട്ട് കാലേ കൂട്ടി തന്നെ നിരവധി ആയിരക്കണക്കിന് ഭക്തർ ഈ ഗുരുഭവനപുരിയിലേക്ക് എത്തിയിരുന്നു. നമ്മൾക്കറിയാവുന്നതുപോലെ ശബരിമല തീർത്ഥാടന കാലമാണ്. അതുകൊണ്ട് തന്നെ ശബരിമല ഭക്തരുടെ ഒരു ഒഴുക്കും ഈ ഒരു കാലയളവിൽ ഇവിടേക്കുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ ശബരിമല അയ്യപ്പന്മാരും ഒപ്പം തന്നെ ഏകാദശി കണ്ടു തൊഴുന്നതിന് വേണ്ടി, ആ ഏകാദശിയുടെ ഭാഗമാകുന്നതിന് വേണ്ടി ഗുരുഭവനപുരിയിലേക്ക് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയിട്ടുള്ള 10,000-ങ്ങളെ കൊണ്ട് ഈ ഗുരുഭവനപുരി നിറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഉദയാസ്തമന പൂജയോട് കൂടിയാണ് ഇത്തവണ ഏകാദശി ആഘോഷിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഉദയാസ്തമന പൂജ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഗുരുവായൂർ ദേവസ്വം തന്നെ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും ഈ ഏകാദശി ദിവസം ഈ ഉദയാസ്തമന പൂജ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് എത്തുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ മറികടക്കാൻ വേണ്ടി തന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ളവർ ഈ ഒരു ഏകാദശി ദിവസം ഈ ഉദയാസ്തമന പൂജ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലെത്തുകയും പിന്നീട് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവോടുകൂടിയാണ് ഇപ്പോൾ ഈ ഉദയാസ്തമന പൂജയോടുകൂടി ഈ ഏകാദശി ദിവസം അല്ലെ ഏകാദശി ആഘോഷിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് നമ്മൾക്ക് ദർശിക്കാൻ കഴിയുന്നത്, കാണാൻ സാധിക്കുന്നത്. ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ഈ നിറഞ്ഞ് കവിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേപോലെ തന്നെ 53 മണിക്കൂർ തുടർച്ചയായിട്ട് ദർശനത്തിനുള്ള സൗകര്യവും ഈ കാലയളവിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നതും ഏറെ പ്രത്യേകതയാണ്. രോഹിണി.